അലർജി ഉള്ളവരുടെ മക്കൾക്ക് അലർജി വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നിങ്ങൾ അലർജിയായിട്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളാണോ? എന്നാൽ നിങ്ങളുടെ കുട്ടികൾക്ക് അലർജി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 6 മാസം ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വേറൊരു ഭക്ഷണവും അതിന്റെ കൂടെ കൊടുക്കാൻ പാടില്ല. മാതാവിന്റെ പാലിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് തുമ്മൽ പോലെയുള്ള അലർജി മാത്രമല്ല, പല ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ട് അലർജി ഉണ്ടാക്കുന്ന പല സുഗന്ധദ്രവ്യങ്ങൾ, പൊടിപടലങ്ങൾ, അതുപോലെ പുക, അഗർബത്തി പോലെയുള്ള പദാർത്ഥങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ എക്സ്പോസ് ചെയ്യാതിരിക്കുക. വീട് നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക. കാരണം പൊടിപടലങ്ങളും ഫംഗസും ഇല്ലാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഓവറായിട്ട് വൃത്തിയാക്കി ഓവറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുതൽ വീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ ഭക്ഷണമായിട്ടാണ് കൊടുത്തു നോക്കേണ്ടത്. എന്നിട്ട് ആ ഭക്ഷണം കൊടുത്തതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും അലർജിയുടെ ബുദ്ധിമുട്ടുകളോ തുമ്മലോ ചൊറിച്ചിലോ ശ്വാസ തടസ്സമോ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിൽ നല്ല രീതിയിൽ എയറേഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അടച്ചിട്ട റൂമുകളിൽ കൂടുതൽ ഫംഗസും അതുപോലെ തന്നെ പൊടിപടലങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എക്സോസ്റ്റ് ഫാനുകൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുക. ജനലൊക്കെ നല്ല രീതിയിൽ തുറന്നിട്ട് കുട്ടിയുള്ള റൂമിൽ നല്ല എയറേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ AC ഫിൽറ്റർ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുക. പാരമ്പര്യമായിട്ട് അലർജിയുള്ള മാതാപിതാക്കളാണ് എങ്കിൽ കുട്ടികൾക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം തന്നെ ഇത്തരം മുൻകരുതലുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തിട്ടും കുട്ടികൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ അലർജി പിന്നെ ഭാവിയിൽ അവർക്ക് ആസ്മയിലേക്കോ അങ്ങനെ പല കോംപ്ലിക്കേഷൻസിലേക്കോ പോകാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്ക് തുമ്മലോ മറ്റു അലർജികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.